കണ്ണൂരിൽ ബിവറേജസ് ഔട്ട്ലെറ്റിന്റെ ഷട്ടറിന്റെ പൂട്ട് പൊളിച്ച നിലയിൽ. കണ്ണൂർ പാറക്കണ്ടി ഔട്ട്ലെറ്റിന്റെ പൂട്ടുകളാണ് തകർത്തത്. മോഷണം നടന്നിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നു. ബിവറേജസ് ഔട്ട്ലെറ്റിന് പുറമെ 2 കടകളുടെയും പൂട്ടുകൾ പൊളിച്ച നിലയിലാണ്. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, എന്താണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ഇക്കാര്യത്തിൽ? നീലിമ, പോലീസ് ഇപ്പോൾ ഇവിടെ പരിശോധന നടത്തി വരികയാണ്. ഇന്ന് രാവിലെയാണ് ഇപ്പോൾ ഈ ബിവറേജസിൻ്റെ പരിസരത്തുള്ള ബിവറേജസ് അതുപോലെ തന്നെ അതിൻ്റെ പരിസരത്തുള്ള 2-3 ഷോപ്പുകളുടെയും പൂട്ടുകൾ അടിച്ച് തകർത്ത് ഇവിടെ മോഷണം നടത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഈ ബിവറേജസ് ഔട്ട്ലെറ്റിൻ്റെ അവിടെ നിന്ന് പണമായിട്ടൊന്നും മോഷണം പോയിട്ടില്ല, പക്ഷേ ചില വില കൂടിയ മദ്യക്കുപ്പികൾ മോഷണം പോയി എന്ന് പറയുന്നുണ്ട്. അതിനെ സംബന്ധിച്ചും പോലീസിൻ്റെ അന്വേഷണം ഇപ്പോൾ പരിശോധനയൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഇതിലൊരു കൂടുതൽ വ്യക്തത വരികയുള്ളൂ എന്നാണ് പോലീസിനോട് അല്പ സമയം മുമ്പ് നമ്മൾ സംസാരിച്ച സമയത്ത് പറഞ്ഞത്. മാത്രമല്ല, ഈ തൊട്ടടുത്തുള്ള പരിസരത്തെ കടകളിലൊക്കെ തന്നെ ഇവർ ഈ മോഷ്ടാവ് കയറി പൂട്ടടിച്ച് തകർത്ത് ഉള്ളിൽ കയറി മോഷണം നടത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. നമുക്കറിയാം, ഈ കണ്ണൂർ നഗരത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു ബിവറേജസ് ഔട്ട്ലെറ്റിൽ തന്നെയാണ് ഇത്തരമൊരു മോഷണം നടന്നിട്ടുള്ളത്. നമുക്ക് ചേട്ടൻ എത്ര മണിക്ക് കണ്ടത് ഇവിടെ? ഞാനിപ്പോൾ വന്നതേ കുറച്ച് അവരിപ്പോൾ അത് വന്ന സമയത്ത് എന്താ കണ്ടത്? ഇവിടെ അവിടെ അപ്പുറത്തുറെല്ലാം പൊളിച്ചിട്ട് കണ്ടത്. അത്ര ഇവിടെ നിങ്ങളുടെ കടയിൽ കയറിയിട്ടുണ്ടോ? ഇല്ല. അപ്പുറത്തെ കടയിലൊക്കെ കയറിയിട്ടുണ്ടോ? അപ്പുറം കയറിയിട്ടുണ്ട്. പൈസ വന്ന് മോഷണം പോയി അറിയില്ല, അവരെ പറയണ്ട. അതിപ്പോൾ ഇവിടെ ഈ പോലീസിൻ്റെ പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തീരുമാനം പല കടകളിൽ നിന്നും ചില പൈസയൊക്കെ പണം മോഷണം പോയിട്ടുണ്ട് എന്നൊരു പ്രാഥമിക വിവരം തന്നെയാണുള്ളത്. അതേസമയം പോലീസ് ഇപ്പോഴും പരിശോധന തുടരുകയാണ്. മോഷ്ടാവിനെ ഉടൻ തന്നെ കണ്ടെത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ സമയം മുമ്പ് നമ്മോട് പോലീസ് സംസാരിക്കുന്ന സമയത്ത് പോലും പങ്കുവച്ചത്. ഏതായാലും ഈ 4 കടകളിലുമാണ്, ഈ ബിവറേജസ് ഔട്ട്ലെറ്റിലും അതുപോലെ തന്നെ സമീപത്തുള്ള 4 കടകളുടെയുമാണ് പൂട്ട് തകർത്ത് ഇവിടെ ഒരു മോഷണം നടന്നിരിക്കുന്നത്. ബിവറേജസ് ഔട്ട്ലെറ്റിൽ നിന്ന് പണമായിട്ടൊന്നും മോഷണം പോയിട്ടില്ല, പക്ഷേ ചില മദ്യക്കുപ്പികൾ മോഷണം പോയിട്ടുണ്ട്. അതേസമയം ഈ തൊട്ടടുത്തുള്ള കടകളിൽ നിന്ന് പണവും മോഷണം പോയതായി ഇവർ പറയുന്നുണ്ട്. നീലിമ, കണ്ണൂർ നഗരത്തിൽ മോഷണശ്രമം, നിരവധി കടകളിൽ മോഷണശ്രമം ഉണ്ടായി. മിഥുനാണ് വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത്.